പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് തൻ്റെ കൃപയിൽ എല്ലാവരെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുവാൻ തക്കവണ്ണം നാം ശ്രമിച്ച് കിടന്ന് സ്ട്രഗിൾ ചെയ്യാറില്ലേ? പലപ്പോഴും നമ്മുടെ ചിന്തകളെ ബഹുമാന്യയോഗ്യവും ദൈവത്തെ മഹത്വീകരിക്കുന്നതുമായി തീരാൻ നാം ആഗ്രഹിക്കുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ഒരിക്കലും ഡോണ്ട് ഗീവ് ദ എനിമി എ സീറ്റ് അറ്റ് യുവർ ടേബിൾ. സങ്കീർത്തനം 23:1 ഇങ്ങനെ പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എല്ലാവർക്കും വളരെ കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിനകത്ത് ഒരു വാക്യത്തിന് പോലും ഒരു വിവരണം ആവശ്യമില്ല. കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ മിക്കവരും ആദ്യ സമയങ്ങളിൽ കാണാതെ പഠിക്കുന്ന ഒരു വാക്യം 23 സങ്കീർത്തനമാണ്. അതിനകത്ത് ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങൾ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. 5 വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്ന് ഒരുക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ടെൻസായിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ മനസ്സ് വളരെ ഹെവി ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഞാൻ പിശാചിൻ്റെ അറ്റാക്കിന് കീഴിലായി പോയോ എന്ന് തോന്നുന്ന എക്സ്പീരിയൻസുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകും. ചില സമയങ്ങളിൽ ആടിപ്പോവാണോ എന്ന് തോന്നും. ചില സമയങ്ങളിൽ തിരിച്ച് യുദ്ധം ചെയ്യണമെന്നുള്ള തോന്നൽ മനസ്സിൽ വരും. ചിലപ്പോൾ യു വോണ്ട് ഗീവ് അപ്പ്, അറ്റ് ടൈംസ് യു വോണ്ട് ഗിവ് ഇൻ. എന്തോ ചെയ്യും? നിൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന ബാറ്റിലിനെ നീ എങ്ങനെ കൈകാര്യം ചെയ്യും? ദൈവപൈതലേ, നിൻ്റെ ചിന്തകളെയൊക്കെ നീ ഓർഡറിൽ കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് തോന്നും, ഓർഡറിൽ വരുമ്പം എനിക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് തോന്നുമായിരിക്കും. നിൻ്റെ തലയൊന്ന് നേരെയാകുമെന്ന് നിനക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെ. ചിലരുടെ വേദനിപ്പിക്കുന്ന വാക്കുകളും നോവിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും കണ്ട് നിൻ്റെ ചിന്ത വേറൊരു വിധത്തിലായി തീർന്നു പോയി കാണും. ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്നത് നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഭയവും നിരാശയും നിൻ്റെ മനസ്സിലേക്ക് തള്ളിക്കയറി വരും. എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ളത് നിൻ്റെ മനസ്സിൽ പൊങ്ങി വരും. അതിനുവേണ്ടി ചിലരെ ഒന്ന് കൂട്ടുകിട്ടിയിരുന്നെങ്കിലെന്ന് നീ ആശിച്ചു പോകും. എന്നെ ഒന്ന് സഹായിക്കുവാൻ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോവും. ഞാൻ പറയട്ടെ, ഒരിക്കലൊരു ഭക്തന് ഇതുപോലെയുള്ളൊരു മാനസിക അവസ്ഥ വന്നപ്പോൾ, മനസ്സിലൊരു യുദ്ധം നേരിട്ടപ്പോൾ തനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കിട്ടി. ആ ടെക്സ്റ്റ് മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു, ഡോണ്ട് ഗീവ് ദ എനിമി എ സീറ്റ് അറ്റ് യുവർ ടേബിൾ. പ്രൈസ് ഗോഡ്. താൻ പറയുന്നത് ആ 9 വാക്കുകൾ തൻ്റെ ജീവിതത്തെ തന്നെ ചേഞ്ച് ചെയ്തു. തനിക്ക് തോന്നി സ്വർഗീയ പിതാവ് തനിക്ക് വേണ്ടി അയച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അതെന്ന്. പലപ്പോഴും നമ്മുടെ ചുറ്റും, നമ്മളെ ചുറ്റിപ്പറ്റിയുമൊക്കെ എനിമി വരും. നമ്മുടെ മേശ ഷെയർ ചെയ്തു എന്നിരിക്കും. പക്ഷെ മനസ്സിലാക്കണമേ, പിശാച് അവിടുന്ന് ഓടിപ്പോകേണ്ടവനാണ്. നീ മേശ ആരുടെ കൂടാണെന്നറിയാമോ ഒരുക്കിയിരിക്കേണ്ടത്? നല്ല ഇടയൻ്റെ കൂടെയാണ്. പക്ഷെ അത് ശത്രുക്കൾ കാണുകയായിരിക്കണം.
എന്തിനാണെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കുന്നതും നിന്നെ ദൈവം ഉയർത്തുന്നതും നിന്നെ ദൈവം നിലനിർത്തുന്നതും ദൈവപൈതലെ ശത്രു കാണണം. നല്ല ഇടയനോട് നീ ചേർന്ന് നിൽക്ക് ദൈവപൈതലേ. നിൻ്റെ ദൃഷ്ടി നല്ല ഇടയൻ്റെ മേൽ തന്നെ പതിഞ്ഞിരിക്കട്ടെ. നിൻ്റെ ആശ്രയം അവനിൽ മാത്രം നീ വെക്ക്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നിന്നെ കടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് അവൻ നിന്നെ കൊണ്ടുപോകും. അലറിക്കൊണ്ട് ചീറിക്കൊണ്ട് നിൻ്റെ അടുത്ത് പിശാച് വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ജീസസ് നെയിം, ഹല്ലേലൂയ. ശത്രു നിൻ്റെ അടുത്തിരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ ശത്രുവിന് നിൻ്റെ അടുത്തിരിക്കുവാൻ തക്കവണ്ണം ഒരു സീറ്റ് കൊടുക്കാതിരുന്നാൽ മതി. പ്രൈസ് ഗോഡ്. ഈ ഒരു വെപ്പൺ, ഈ ഒരു ആയുധം, അതായത് ശത്രുവിനെ അകറ്റി നിർത്തുന്ന ഒരു ആയുധമുണ്ടല്ലോ, അത് നീ നിൻ്റെ മുമ്പിൽ സെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിനക്ക് സ്ലൈഡ് ചെയ്ത് മാറിപ്പോരുവാൻ തക്കവണ്ണം പറ്റും. ഇല്ലെങ്കിൽ അവനൊരുക്കുന്ന കണിയിൽ വീണുപോകും. ദൈവം അതിനുള്ള ശക്തി, കിങ് ഓഫ് ദിസ് യൂണിവേഴ്സ്, ഹല്ലേലൂയ. ഞാൻ അകത്ത് വന്നാൽ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും കൂടെ ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതാ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം. അതാ നല്ല ഇടയൻ്റെ സ്റ്റോറി. അവൻ നമുക്ക് നറിഷ്മെൻറ്റ് തരും. അവൻ നമുക്ക് റിഫ്രഷ്മെൻറ്റ് തരും. എപ്പോഴാണെന്നറിയാമോ? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കുഞ്ഞെ, വൈൽഡായിട്ട് വികൃതമായിട്ട് നിൻ്റെ ചിന്ത പോകുവാനിടയാകരുത്. അങ്ങനെ നിനക്ക് നിൻ്റെ ചിന്തയെ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് എ മെസ്സേജ് ഓഫ് വിക്ടറി. ജയത്തിൻ്റെ ഒരു മെസ്സേജാണ് അത്. യേശു ക്രിസ്തുവിൽ കൂടി നിനക്ക് ജയമുണ്ട്. യേശു കർത്താവ് നിനക്കൊരു അതോറിറ്റി തന്നിട്ടുണ്ട്. യേശു കർത്താവിന് നിൻ്റെ ചിന്താമണ്ഡലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. സർവശക്തനായ ദൈവവുമായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിനക്ക് വരാൻ പറ്റുമോ? അവൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ ടേബിളുണ്ടല്ലോ, അത് സമാധാനത്തിൻ്റെയാണ്, അത് സമൃദ്ധിയുടേതാ, അത് ക്ലാരിറ്റിയുടെയാണ്. യു ഡോണ്ട് ഹാവ് ടു ഗീവ് ദ എനിമി എ സീറ്റ് അറ്റ് യുവർ ടേബിൾ. തിരുവചനം എടുത്ത് വായിക്ക്. തിരുവചനത്തിൽ തന്നിരിക്കുന്ന ദൈവവചനം എന്തെന്ന് കുഞ്ഞെ നീ ഒന്ന് ശ്രദ്ധിക്ക്. ദേ ആർ എലൈവ്, ജീവനുള്ളതല്ലേ. എല്ലാ സ്ട്രോങ് ഹോൾസിനെയും, നിന്നെ പിടിച്ചു വെച്ചിരുന്ന, നിന്നെ അടക്കി വെച്ചിരിക്കുന്ന, നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ കോട്ടയെയും ബ്രേക്ക് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം ഉതകും കേട്ടോ. വീണ്ടും നല്ല ക്ലിയറായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം നിന്നെ പ്രാപ്തരാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കും സ്വർഗീയ രാജാവിനുമായി ഒരുക്കി വെച്ച മേശ പങ്കിടുവാൻ, ഹല്ലേലൂയ, ഒരു ദുഷ്ടശക്തിയെയും ദൈവപൈതലെ നീ അനുവദിക്കരുത്. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, നല്ല ഇടയനായ ദൈവം, ഹി വിൽ ബി ഗ്ലോറിഫൈഡ്. നിൻ്റെ മനസ്സിനോടുള്ള യുദ്ധങ്ങളെ ജയിപ്പാൻ അവൻ നായകത്വം ഏറ്റെടുത്ത് നിൻ്റെ മുമ്പിൽ നടക്കും. എന്തൊക്കെ ശത്രു നിന്നിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയോ അതെല്ലാം അവൻ നിനക്ക് തിരികെ തരും. അതുകൊണ്ട് മറ്റുള്ളവരെ ശത്രു അറ്റാക്ക് ചെയ്യുമ്പോഴും, മറ്റുള്ളവരുടെ മനസ്സിന് ക്ലാരിറ്റി ഇല്ലാതെ അവർ വിഷമിക്കുമ്പോഴും, നിൻ്റെ അനുഭവം നീ അവരോട് പറഞ്ഞു കൊടുത്ത് അവരെയും ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കും. അവൻ നമ്മോടുകൂടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എത്ര സന്തോഷകരമായിരിക്കും, എത്ര തണുപ്പ് തരുന്നതായിരിക്കും. ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ശത്രുവിനെ നിന്നിൽ നിന്ന് അകറ്റും. സത്യമാകുന്ന വചനം ബോഷ്ക്ക് പറയുന്ന പിശാചിനെ നിന്നിൽ നിന്ന് അകറ്റും. ആ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്കായി ഒരുക്കുന്ന മേശയ്ക്കായി സ്തോത്രം. നീ ആ മേശയിൽ ഒരുക്കുന്ന വിരുന്നിനായി സ്തോത്രം. ശത്രുക്കൾ കാണെ ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന്
ഞങ്ങളാരാണെന്ന് മനസ്സിലാകത്തക്കവണ്ണം ശത്രുക്കൾ കാണുക നീ ഞങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കുന്ന ദൈവമാകയാൽ സ്തോത്രം ചെയ്യുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിൽ ഞങ്ങളെ നടത്തുന്ന കർത്താവിൻ്റെ ആ ലീഡിങ്ങിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.